Hi all, welcome back to Mommy's Gusto. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈദൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡിസേർട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ടൈറ്റിലിൽ കണ്ട പോലെ തന്നെ ഇതൊരു കേക്ക് ഡിസേർട്ടാണ്. എന്നാലോ ഇതിനകത്ത് കേക്ക് ഇല്ല. അപ്പോൾ കേക്ക് ഇല്ലാതെ ഈ ഡിസേർട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു കോക്കോനട്ട് മലൈ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടിരിക്കുന്നത്. അത് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്ത് ഇപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊരു കത്തി വെച്ചിട്ട് അതൊന്ന് കളയാം. അപ്പോൾ അത് മൊത്തത്തിൽ ഒന്ന് കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ഇതും ഇങ്ങനെ ഇതൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഇത്ര അങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല, അങ്ങനെ തരിതരിപ്പായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത്, ഞാനൊരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു അല്പം പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കണം. അപ്പോൾ കോക്കനട്ടെല്ലാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പാനിലേക്ക് മാറ്റാം. നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി മിൽക്കും അതേപോലെ ഒരു കപ്പ് മിൽക്ക് കൂടെ ചേർക്കണം. അങ്ങനെ മൊത്തത്തിൽ ഞാൻ 2 കപ്പ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് മുഴുവനായിട്ട് ചേർക്കുന്നില്ല, ഒരു പകുതി ചേർത്തിട്ട് നോക്കാം. കാരണം ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അപ്പം മധുരമൊക്കെ പാകത്തിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. പിന്നെ അതേപോലെ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഒന്നും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ മറ്റൊരു പാനിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ, 1/2 കപ്പ് വെള്ളം എന്ന് ചേർത്ത് ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിതൊരു ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറുകിയെടുക്കണം. അപ്പോൾ അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാൻ അടുത്ത ഫ്ലെയിമിൽ ഷുഗർ സിറപ്പ് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ഇതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കണം. രണ്ടും നോക്കിയിട്ട് വേണം ചെയ്യാൻ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ ഞാൻ അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് ഏത് എസൻസ് വേണമെങ്കിൽ ചേർക്കാം. അതേപോലെ അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനിവിടെ എന്തായാലും 1 ടീസ്പൂണ് വാനില എസൻസ് ആണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർക്കണം. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഷുഗർ നന്നായിട്ട് മെൽറ്റായി നല്ലതായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒട്ടലുണ്ടാവും. അങ്ങനെ എന്താ പറയുക, ഒറ്റനൂൽ പരുവം അങ്ങനെയൊന്നുമല്ല, ഒരു ഒട്ടൽ മതി. ഇതാ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒട്ടലുള്ള ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൈഗറിൻ്റെ ബദാം എസൻസ് ആണ് ചേർക്കുന്നത്. ഇതൊരു 2-3 ഡ്രോപ്സ് ഒറ്റിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ കളറും മാറും,
അപ്പോൾ നല്ലൊരു ഫ്ലേവറുമാണ് അതിന്. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഞാൻ ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഒരു 3/4 കപ്പ് വിപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഇലക്ട്രിക് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ക്രീമെല്ലാം സ്റ്റിഫായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇതേപോലത്തെ ഒരു ഹോർലിക്സിൻ്റെ ഒരു പാക്ക് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാനൊരു റോസ് സിറപ്പാണ് ചേർക്കുന്നത്. ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. നല്ലൊരു കളറും അതേപോലെ നല്ലൊരു ഫ്ലേവറും കിട്ടാനാണത്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ്. എന്നിട്ട് ഒന്നുകൂടെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കാൻ മറന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം അത്യാവശ്യം നല്ല മധുരം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ആക്കിയത് മിൽക്ക് മെയ്ഡ്. അപ്പം നിങ്ങളുടെ അടുത്ത് മധുരം കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാരയും ചേർക്കാം. മിൽക്ക് മെയ്ഡിൻ്റെ നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. വിപ്പിംഗ് ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മിൽക്ക് റസ്ക് ആണ്. ഈ റസ്ക് വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇത് ആദ്യം തന്നെ നമുക്ക് ഇതൊരല്പം ചെറിയൊരു തിൻ ലെയറായിട്ട് ഇതിൻ്റെ അടിയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം മോൾഡിൽ. അപ്പോൾ വളരെ തിന്നായിട്ടൊരു ലെയർ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ നേരത്തെ തയ്യാറാക്കിയ ഷുഗർ സിറപ്പിൽ ഓരോ റസ്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചെടുക്കാം. അപ്പം കേക്കില്ലാതെ ഒരു ഇതെന്ന് പറയുമ്പോൾ കേക്കിന് പകരമായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് റസ്ക്കാണ്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൻ്റെ മുകളിലായി ഈ കോക്കനട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അല്പം നട്ട്സ് ഇടാം. ഞാനിവിടെ ബദാമും പിസ്തയാണ് എടുത്തിട്ടുള്ളത്. നട്ട്സൊക്കെ നമുക്ക് ഓപ്ഷനിലാണ്. നിങ്ങളടുത്ത് എന്താണ് നട്ട്സ് അത് വെച്ചിട്ട് ചെയ്യാം. അതേപോലെ കോക്കനട്ട് വെറുതെ നെയ്യിലൊന്ന് വറുത്തിട്ട് ഞങ്ങൾ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് അത് നെയ്യിലൊന്ന് വറുത്തിട്ട് അതിടാം. അങ്ങനെ ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അടുത്തതായിട്ട് വിപ്പ് ക്രീമാണ് ചെയ്യുന്നത്. വിപ്പ് ക്രീമിൻ്റെ ലെയർ കൂടെ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതിനകത്ത് എല്ലാം ഈ 2 സ്റ്റെപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 ലെയറായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ അല്പം ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് അതേപോലെ നട്ട്സും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ കേക്കെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കോക്കോനട്ട് മലായി കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും ഈ പെരുന്നാളിന് എല്ലാവരും ഡിസേർട്ടായിട്ട്
ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. അതേപോലെ എല്ലാവർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.